അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഒരു റൗണ്ട് മാറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഫസ്റ്റ് നമ്മൾ 5 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ 5 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫസ്റ്റ് ചെയിനിലൂടെ ഹുക്കിനെ കടത്തി കൊടുത്തിട്ട് റിങ് പോലെ ആക്കിയെടുക്കാം. ഇപ്പോൾ ഒരു റിങ് ആയിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഉള്ള ഈ നൂല് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നൂല് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഈ റിങ്ങിൻ്റെ സെൻറ്ററിലെ ഹോളിലൂടെ 13 ഡബിൾ ക്രോഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഈ റൗണ്ട് ഫുള്ള് 13 ഡബിൾ ക്രോഷ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് 13 ഡബിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റൗണ്ടിന് ലോക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മളിട്ട 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ മുകളിലുള്ള ചെയിൻ സ്റ്റിച്ചിലൂടെ ഹുക്കിനെ കടത്തി എടുത്തിട്ട് നമുക്കിതിനെ ലോക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സർക്കിളായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതേ ചെയിനിൽ നമുക്കൊരു ഡബിൾ ക്രോഷ് ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ എല്ലാ ചെയിനിലും 2 ഡബിൾ ക്രോഷ് വീതം ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒരു ഡബിൾ ക്രോഷും കൂടി ഇതേ ചെയിനിൽ തന്നെ ചെയ്യാം. ഇത് ഫുള്ള് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടും ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെയിനിലൂടെ കടത്തി കൊടുക്കുക. എന്നിട്ട് ഇതിനെ ലോക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത റൗണ്ട് ചെയ്യാം. അതിനുവേണ്ടി ഫസ്റ്റ് 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ് ചെയ്യാം. ഒരു ഡബിൾ ക്രോഷ് ചെയ്ത അതേ ചെയിൻ തന്നെയാണ് അടുത്ത ഡബിൾ ക്രോഷ് ചെയ്യണത് കേട്ടോ. 2 ഡബിൾ ക്രോഷ് ഒരു ചെയിനിൽ ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ് ചെയ്യാം. ഇനി അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ പാറ്റേൺ തുടർന്ന് ചെയ്യാം. ഒരു ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ, 1 2 1 2 എന്നുള്ള പാറ്റേണിൽ ഈ റൗണ്ട് മൊത്തം ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 3ാമത്തെ റൗണ്ട് ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ലോക്ക് ചെയ്ത് കൊടുക്കാം. നാലാമത്തെ റൗണ്ടിന് വേണ്ടി നമുക്ക് 3 ചെയിൻ ഇട്ട് കൊടുക്കാം. അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ് ചെയ്യാം. വീണ്ടും അടുത്ത ചെയിനിൽ
ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. ചെയിൻ സ്റ്റിച്ച് ഇട്ടു. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ ചെയ്യാം. ഇതേ ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. അങ്ങനെ നമുക്ക് ഈ പാറ്റേൺ ഫുള്ളായി ചെയ്തെടുക്കാം. 1 1 2 അങ്ങനെ ഓരോ ചെയിനിലും ചെയ്തെടുക്കാം. ഒരു ഡബിൾ ക്രോഷ്യ ഒരു ചെയിനിൽ, അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ, പിന്നെ അടുത്ത ചെയിനിൽ 2 ഡബിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് ഫുള്ള് ചെയ്യാം. നാലാമത്തെ റൗണ്ട് നമ്മളങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെച്ച് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ എത്ര റൗണ്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ 13 ഡബിൾ ക്രോഷ്യ ചെയ്തു. സെക്കൻഡിൽ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. തേർഡ് റൗണ്ട് ആയപ്പോൾ പാറ്റേൺ ഓരോ ചെയിനിലും 1 2 1 2 എന്ന ഡബിൾ ക്രോഷ്യ വീതമാണ് ചെയ്തത്. പിന്നെ നാലാമത്തെ റൗണ്ട് ആയപ്പോൾ നമ്മൾ 1 1 2 1 1 2 ഈ പാറ്റേണാണ് ചെയ്തത്. ഇനി അഞ്ചാമത്തെ റൗണ്ട് ആകുമ്പോൾ 1 1 1 2 1 1 1 2 ഇങ്ങനെ ഈ പാറ്റേൺ തുടർന്നുകൊണ്ട് ചെയ്താൽ നമുക്ക് എത്ര വലുപ്പം വേണമെങ്കിലും ഈ റൗണ്ട് മാറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതുപോലെ ഞാൻ ചെയ്തെടുത്ത വേറെ റൗണ്ട് മാറ്റാണ്. ഇതിൽ 5 റൗണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വേണ്ട അളവിനനുസരിച്ചും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റൗണ്ട് മാറ്റ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം.